മൂപ്പര് കട്ടുവെച്ച് കാണിക്കുന്നത് എന്തിനാണ്? അത് മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാദാപുരത്ത് വന്നിട്ട് ദുർബലമായ ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനത് പിടിച്ചിട്ട് അത് ലൈഫാണ് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് മൂപ്പർക്ക് മറുപടി പറയാൻ അറിയൂല, മറുപടി പറയാനില്ല. മൗലവി പെട്ടതാ, ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് പെട്ടതാ. അപ്പൊ അതിന് മൂപ്പർക്ക് മറുപടി ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റുകയാണ്. എന്നിട്ട് കോമോല് സയ്യിദിക്കുന്നു ബുഖാരിയിലുണ്ടോ? ബുഖാരിയിൽ ഇല്ലാന്ന് മൂപ്പര് പറയും. ആദ്യം ഞാൻ നാദാപുരത്ത് പറഞ്ഞത് അയാള് വെക്കും പോലെ പകുതി കട്ടിട്ട് വേണ്ട, പൂർണ്ണമായി തന്നെ ആ വിഷയം ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടോളൂ. അന്ന് വെച്ചുകൊടുത്തവനെ പ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും പോലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ട എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു എന്ന് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ ശറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ ശറഹ് ഞാൻ നോക്കി വായിക്കുന്നു. ഖാല തബ്റാനി ഹാദൽ ഹദീസു ലഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ, ഖുമൂ ലിസയ്യിദികും, റസൂലുള്ള പറയുന്നു നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവീൻ എന്ന്. സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. അതുകൊണ്ട് ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഹദീസ് ലഈഫാണ് എന്നതിന് മൂപ്പർക്ക് മറുപടിയില്ല. മൂപ്പര് നാദാപുരത്ത് വന്നിട്ട് മൂപ്പര് വിചാരിച്ചത് ഷാർജയിലെ റൂമാണ് എന്നാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിച്ചപ്പോ അത് ലഈഫാണെന്ന് ഞാൻ തെളിയിച്ചപ്പോ മൗലവിക്ക് മറുപടിയില്ലാതെ മറുപടി മുട്ടിയപ്പോ മൗലവി അതിനെപ്പറ്റി ഒന്നും പറയാതെ മൂപ്പരെന്താ പറയുന്നത്? ഹൂമൂല് സയ്യിദിക്കുന്നു ബുഖാരിയിലില്ല. ഞാൻ പറഞ്ഞില്ലേ ഹൂമൂല് സയ്യിദിക്കും എന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ ഖൂമൂ ഇലാ സയ്യിദിക്കും, ഖൂമൂ ഇലാ സയ്യിദിക്കും. ഇലാ എന്നും ലീ എന്നും വന്നാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉദ്ദേശം വ്യത്യാസമില്ലെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അർത്ഥം മാറാത്ത വാചകം കൊണ്ട് അതാ റിപ്പോർട്ടുകൾ പറയുന്നതിന് വിരോധമില്ലെന്നത് ഹദീസിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. ആ നിലക്ക് മഹാനായ അല്ലാമാ ബുജൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഖൂമൂ ലി സയ്യിദിക്കും എന്ന് ഉദ്ധരിച്ചത് അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഖൂമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലില്ലേ? നമ്മളെ വിഷയം എന്താണ്? ഇലാ എന്നാണോ ലീ എന്നാണോ? അല്ല, നമ്മളെ വിഷയം അതാ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ എന്നുകൂടെ. പച്ചക്കള്ളം, ആശയപരമായി തന്നെ പച്ചക്കള്ളം വ്യക്തമായി എഴുതിയിട്ടുള്ള നിങ്ങൾ ഇത് അതാ ഇമാമിങ്ങൾ എഴുതിയതുപോലെ ഇല എന്നും ലീ എന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇമാമിങ്ങൾ ഇല എന്ന സ്ഥലത്ത് ലീ എന്നെടുത്ത് ഉദ്ധരിച്ചത് അത് ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതൊരു കളവായി ചിത്രീകരിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി